ഇനിയും കണ്ട് എല്ലാരും നല്ല അഭിപ്രായം പറയുന്നത്. എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തില്? ഒരു സത്യനന്ദിക്കാട് പടക്ക് കാണുന്ന ഫീലാന്ന് ഉണ്ട്. കാരണം നമ്മുടെ പ്രൊഡ്യൂസർ അറിഞ്ഞൂടെ, സുധീർ സി ബി നദ്യ. അപ്പൊ അദ്ദേഹത്തിന്റെ തന്നെ ഒരു കഥയാണല്ലോ. കുറെ ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള സിനിമ ആയതുകൊണ്ട് പിന്നെ കുറെ ആർട്ടിസ്റ്റും നമുക്ക് ഇതിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് കഥകൾ ഈ സിനിമയ്ക്ക് പറയാനുണ്ട്. ഒരുപാട് ആളുകളുടെ കഥ, സാധാരണക്കാരെ പെട്ടെന്ന് സ്വാധീനിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പൊ അതിൽ അതിൻ്റെതായ കുറെ കാര്യങ്ങളുണ്ട്, എലമെന്റ്സ് അതിലുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ആദ്യമായിട്ട്, അതും ഇത്രയും ആർട്ടിസ്റ്റുള്ള സിനിമയിൽ ആദ്യമായിട്ട് നമ്മളൊരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ നമ്മളെ കാണുമ്പോഴേ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ എല്ലാവരും പറഞ്ഞു നമ്മൾ ആദ്യമായിട്ട് അഭിനയിക്കാൻ തോന്നില്ല, പക്ഷെ നമുക്കറിയാം നമ്മുടേതായ കുറവുകൾ നമുക്കറിയാം. പക്ഷെ ഇനി ദൈവം സഹായിച്ച് അടുത്ത സിനിമകൾ വരികയാണെങ്കിൽ നമ്മൾ അത് തിരുത്തി മുന്നോട്ട് പോകണമെന്നുണ്ട്. നമുക്ക് നമ്മളൊരു ബിഗ് ഫ്രെയിം കാണുമ്പോഴാണ് നമുക്ക് എന്തൊക്കെ പോരായ്മ ഉണ്ട് എന്നൊക്കെ മനസ്സിലായി. അങ്ങനെയൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടോ അഭിനയത്തിന് ഇമ്പ്രൂവ് ചെയ്യാൻ? കൃത്യമായിട്ടും നമുക്കിപ്പോ ഒരു സിനിമ ചെയ്തുകൊണ്ട് നമ്മളിപ്പോ ഒരു എല്ലാം ഫുൾ ഫ്ലെഡ്ജ് ഒരു ആക്ടർ ആവാണെന്നില്ലല്ലോ. നമ്മളിപ്പോഴും ഓരോ ദിവസവും ലേണിംഗ് ആണല്ലോ. നമ്മളിപ്പോ സിനിമ അല്ലെങ്കിൽ ഏത് മേഖലയാണെങ്കിൽ പോലും. അപ്പോൾ സിനിമയിൽ പ്രത്യേകിച്ച് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം, കൂടുതൽ നമ്മളെ ഗ്രൂം ചെയ്യണം. ഓരോ ക്യാരക്ടർ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് കണ്ട് നമ്മൾ ആ ക്യാരക്ടറിനെ ഫോളോ ചെയ്യണ്ടല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടറിനോട് നമ്മൾ കൂടുതൽ ഹോണസ്റ്റ് ആവണമെങ്കിൽ കൂടുതൽ നമ്മൾ ഫ്ലെക്സിബിൾ ആവണം, നമ്മൾ കുറെ കൂടി ലേൺ ചെയ്യണം. ഇതാണ് മനസ്സിലാക്കുക. എങ്ങനെയുണ്ടായിരുന്നു രണ്ടുപേരും തമ്മിലുള്ള കെമിസ്ട്രി ഒക്കെ? നല്ല സോങ് ഒക്കെയാണ്. തീർച്ചയായിട്ടും നല്ല ഒരു സോങ് ആയിരുന്നു. പിന്നെ എന്താ പറയുക, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്, കാരണം ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് സോപാന സംഗീതം തൊട്ടാണ് എൻ്റെ സീൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ സിറ്റുവേഷനിൽ സത്യം പറഞ്ഞാൽ നമുക്ക് സങ്കടമൊക്കെ വന്നു ആ സീൻസ് കാണുന്ന സിറ്റുവേഷനിൽ. പിന്നെ എന്താ പറയുക, നല്ല ഒരു ഗ്രാമീണ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു മൂവിയാണ്. അപ്പോൾ കുടുംബങ്ങൾക്ക് വന്ന് കാണാനായിട്ട് പറ്റുന്ന ഒരു മൂവിയാണ്. അപ്പോൾ എല്ലാവരും വന്ന് കാണണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. സീരിയസ്ലി നമ്മൾ ഈ മൂവി നമ്മളിങ്ങനെ നമ്മുടെ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് എന്തൊക്കെയായാലും ഒരു സോപാന സംഗീതം പാടുന്ന സമയത്ത് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ കരഞ്ഞു പോയി എന്നുള്ളതാണ് സത്യം. എനിക്കത് ഭയങ്കര സന്തോഷം തോന്നി. സന്തോഷവും ഞങ്ങൾ എല്ലാവരും എടുത്ത എഫേർട്ട് ആ സിറ്റുവേഷനിൽ ആ മൊമെന്റിൽ എനിക്ക് എന്താ പറയുക ഓർമ്മ വന്നു. എല്ലാവരും അവരവരുടെ പെർഫോമൻസ് ആണ് കണ്ടിട്ടുള്ളൂ. ഒരു മൊത്തത്തിലൊരു മൂവിയായിട്ട് ആദ്യമായിട്ട് ആയിരിക്കുമല്ലേ കാണുന്നത് മൊത്തത്തില്? അതെ തീർച്ചയായും. നമ്മൾ ഈ സിനിമ നോക്കുകയാണെങ്കിൽ ഓരോ ആളുകളുടെയും പെർഫോമൻസ് നമ്മൾ ഇൻഡിവിജ്വലി നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ അവരുടെ കോൺട്രിബ്യൂഷൻസ് നമുക്ക് മനസ്സിലാവും. എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട്. ഇപ്പോൾ അഷ്കർ സൗദാൻ സാറൊക്കെ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഉള്ളൊരു ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒക്കെ പ്രസൻസ് തന്നെ നമ്മുടെ സിനിമയ്ക്ക് വലിയ ഗുണം ചെയ്യുന്നതായി വിശ്വസിക്കുന്നു. ഒരുപാട് ആളുകൾ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, റിയാസ് ഖാൻ സാറ്, ഒരുപാട് ആളുകൾ ഇതിലുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ എല്ലാവരുടെയും ഒരു കൂട്ടായ ഇതാണ് നമുക്ക് ഈ ഒരു സിനിമ ഈ ഒരു രീതിയിൽ ഇവിടെ എത്താനുള്ള ഒരു കാരണം. ഇത് നിങ്ങളുടെ വെള്ളിയാഴ്ചയാണെന്ന് പുതിയ ഓരോരോ ആൾക്കാരുടെ നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല, കാരണം എപ്പോഴും പ്രേക്ഷകരാണ് അതെല്ലാം തീരുമാനിക്കേണ്ടത്. അപ്പം നമുക്ക് വെള്ളി ശനി മൺഡേ എന്നുള്ളതല്ല, നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന സിനിമ അവർ പ്രേക്ഷകരെ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പം അവർ ഏറ്റെടുക്കട്ടെ, അവർ കാണട്ടെ, അവർ അഭിപ്രായം പറയട്ടെ എന്നുള്ളതാണ്.